ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് എങ്ങാണ്ടാ പോകണമെന്നല്ലേ, അൻസാർ അലൂമിയുടെ സ്പോർട്സ് മീറ്റ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടോ. അടിപൊളി ഗ്രൗണ്ടൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ജേഴ്സിയൊക്കെ മാറ്റി സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സീനിയേഴ്സിൽ ഇത് വുമൻസ് ഗ്രൂപ്പിൽ ഇത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അധികം ആൾക്കാരൊന്നുമില്ല, ഒരു 5-6 ആൾക്കാർ. പിന്നെ ബോയ്സിലും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ജസീനാനെ വേണമെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ. നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടായി ക്യാരംസ്, അതുപോലെ തന്നെ ചെസ്സും ആണ് കേട്ടോ ആദ്യത്തെ മത്സരം. അവരെങ്ങനെ മത്സരിക്കട്ടെ, നമുക്ക് നോക്കാം ഇതിലാരൊക്കെ ജയിക്കും. ഇതൊക്കെ നമ്മളെ റിലേറ്റീവ്സും കൂടിയിട്ടാട്ടോ. അവരൊക്കെ ഇപ്പോൾ വെറ്ററീൻസ് എന്നാണ് സീനിയേഴ്സിൽ പറയുന്നത്. പിന്നെ ജൂനിയേഴ്സ്, ക്ലാസിക്, അങ്ങനെ 2 ഗ്രൂപ്പ്. അൻസാർ സ്കൂളിൻ്റെ ഫസ്റ്റ് ബാച്ച് മുതൽ 2003 +2 ബാച്ച് വരെ വെറ്ററീൻസ്. പിന്നെ അവിടുന്ന് താഴത്തേക്കുള്ള എല്ലാ ബാച്ചും ക്ലാസിക്കലായിട്ടാണ്. അങ്ങനെയായിട്ട് നമ്മൾ അതിൽ എല്ലാ വിഭാഗത്തിലും 3 ഹൗസായി തിരിച്ചിട്ടുണ്ട്. ബ്ലൂ ഹൗസ്, യെല്ലോ ഹൗസ്, ഗ്രീൻ ഹൗസ്. അപ്പോൾ അങ്ങനെയാണ് മത്സരം നടക്കുന്നത്. എല്ലാത്തിലും വെറ്ററീൻസിലും അതുപോലെ തന്നെ ക്ലാസിക്കലിലും 4 ഗ്രൂപ്പുണ്ട്. മത്സരങ്ങൾ 4 പേര് തമ്മിലാണ്. ഭയങ്കര വാശിയേറിയ മത്സരമാണ്. അത് ബോയ്സിൻ്റെ ക്യാരംസ് മത്സരം. എല്ലാവർക്കും പറഞ്ഞു വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. എന്നാലും ഏകദേശത്തെ നമ്മൾ എല്ലാം കവർ ചെയ്തു. എല്ലാ ഹൗസിനും നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുക്കണം. കാരണം ഞാൻ എല്ലാ ദിവസം, അപ്പോൾ അതുകൊണ്ട് എല്ലാ ഹൗസിനാണ് നമ്മുടെ സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഔട്ട്ഡോർ ഐറ്റംസ് തുടങ്ങി. ഇപ്പോൾ ബോയ്സിൻ്റെ കോൺഫോൾ ത്രോ ആണ് നടക്കുന്നത്. വീഴും ഞങ്ങൾ 2003 ഇനി ഗേൾസിൻ്റെ വെറ്ററീൻസ് ഗേൾസിൻ്റെ കോൺഫോൾ ത്രോ ആണ് നമ്മുടെ ഗ്രൂപ്പായിട്ടാണ് പഠിക്കണേ. ഇക്കടയിൽ ഞാനുണ്ട് കേട്ടോ, വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. എന്തായാലും അതിൽ നമുക്ക് 3rd കിട്ടിയിട്ടുണ്ട്. കോൺഫോൾ ത്രോക്ക് അപ്പുറത്ത് തന്നെ ചെറിയ കുട്ടികളുടെ പരിപാടി നടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അവരല്ലെങ്കിൽ അടങ്ങിയിരിക്കൂലല്ലോ, അവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്തു. എല്ലാ ഹൗസിലത്തെ ആൾക്കാരുടെ മക്കളെ സെയിം ഹൗസ് ആക്കിയിട്ട് അവരെയും കൂടി മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാസ്കറ്റ് ബോൾ ത്രോ ആയിരുന്നു. അതിൽ എല്ലാ ഹൗസ് ഫസ്റ്റ് അടിച്ചിട്ടാ. ബോയ്സിൽ ഗേൾസിൻ്റെ ഒന്നും കിട്ടിയില്ല. അതിലൊരു അർമാദിക്കട്ടെ. അപ്പോൾ ഇവരായിരുന്നു വെറ്ററീൻസിൻ്റെ ഒരു സ്ട്രോങ് ഗ്രൂപ്പ്. പെൺകുട്ടികളത്, ആൺകുട്ടികളത് സീനിയേഴ്സ് ഗ്രൂപ്പ്. പിന്നെ നമ്മളാണ് ഗേൾസിൽ മത്സരത്തിലുണ്ടായിരുന്നത്. അതിൽ സുമമിയൊക്കെ ഉണ്ട്, അവരൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ
ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ മാർച്ച് ഫാസ്റ്റോട് കൂടിയിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മാർച്ച് ഫാസ്റ്റ് മത്സര ഐറ്റം ആയിരുന്നു. അപ്പോൾ അതിൽ എല്ലാ ഹൗസിനും സെക്കൻഡ് കിട്ടിയിട്ടോ. 100 മീറ്റേഴ്സിൻ്റെ വെറ്ററൻസ് ബോയ്സിൻ്റെ എല്ലോക്ക് കിട്ടണം നടക്കണം. റണ്ണിങ് റേസ് നടക്കണം. പഠിച്ച കാഴ്ചയാണ് ഗൈസ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് അടുത്തതും അങ്ങനെ തന്നെ ആവട്ടെ. രണ്ടാളും പ്രൈസ് അടിച്ചെടുത്തിട്ടാ. ഇപ്പം ഈ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 400 മീറ്റേഴ്സിൻ്റെ റണ്ണിങ് റേസാണ് വെറ്ററൻസിൻ്റെ നടക്കുന്നത്, ഗേൾസിൻ്റെ. അപ്പം അതിൽ നമുക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓടുന്നത് ഞാനാണ്. ഫിനിഷിംഗ് പോയിന്റിലത്തെ ഇത് എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേനും കൂടെ ഓടിച്ചു. ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ നിർണായകമാണ്. നമ്മൾ ലാസ്റ്റിലാണ് നിൽക്കുന്നത് എല്ലാ ഹൗസ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ജയിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഗ്രീൻ ഹൗസിനെ പൊട്ടിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. നല്ല ഡിഫറൻസിലാണ് കിടക്കുന്നത്. അപ്പം ഇനിയുള്ള മത്സരത്തിലൊക്കെ നമ്മൾ ഫസ്റ്റ് അങ്ങനെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയുള്ള മത്സരങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ റിലേയാണ്. റിലേ സ്റ്റാർട്ടായിട്ടുണ്ട്. ഷഹനാസാണ് സ്റ്റാർട്ടിങ് പോയിന്റ് നിൽക്കുന്നത്. അടിപൊളി വാശിയേറിയ മത്സരമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേനും നമുക്ക് ബ്ലൂ ഹൗസ് എത്ര ഡിഫറൻസിലാണ് വന്നിരുന്നു നോക്കിയാൽ ജയിച്ച് കഴിഞ്ഞു. സെക്കൻഡ് തേർഡ് വരത്തേ ഉള്ളൂ. നോക്കാം ആര് ജയിക്കുന്നത്. റെഡ് ഹൗസ് സെക്കൻഡ്, യെല്ലോ ഹൗസ് എന്തില്ല. അങ്ങനെ കുറച്ച് പൈസ നമ്മുടെ മത്സരം. ഇതിന് നമ്മൾ ഫസ്റ്റ് അടിച്ചാൽ വരാൻ പോണത് എന്താണെന്ന് അറിയാം. ബ്ലൂ ഹൗസ് എന്തായാലും ഫസ്റ്റ് അല്ല, ഗ്രീൻ ഹൗസിനെ നമ്മൾ പൊട്ടിച്ചിട്ട് തേർഡ് ഇരിക്കുന്നത് കയറി വരാൻ പോകുന്നതാണ്. വലിച്ചിട്ടേ പറ്റും. അത് നിർബന്ധമാണ്. Come on, ladies. വലിച്ചിങ്ങോട്ട് കൊടുക്കോ, വലിക്ക്. അത് കൊണ്ടുവരണേ എല്ലാ ദിവസം ഫസ്റ്റ്. അവിടെ ജയിച്ച ബ്ലൂ ഹൗസിനേക്കാളും ആവേശം യെല്ലോ ഹൗസിനായിരുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രൈസൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ സെറ്റായി വന്ന്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ. ഇങ്ങനെ അതങ്ങോട്ട് പൊളിച്ചാട്ടെ. നമ്മുടെ ഹാപ്പിനെസ് ഇതിലൊക്കെ ഉണ്ടാവും. ബൈ ബൈ.